രാജ്യത്തെ ആദ്യത്തെ കൊറോണ വൈറസ് ബാധ കേരളത്തിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. पूरे देश में आज रात 12 बजे से संपूर्ण लॉकडाउन होने जा रहा है. കൊറോണ കാരണം ഒരു രാജ്യം തന്നെ അടച്ചിടുന്നു. ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിയത് കൊല്ലത്തുകാരി കൊറോണയാണ്. കുട്ടിക്കാലത്ത് കൂട്ടുകാരികൾ കൊറോണ എന്ന പേരിന്റെ പേരിൽ കളിയാക്കി തുടങ്ങിയതാണ്. ഇനി നാടൊന്നാകെ പരിഹസിക്കുമോ? ആ സമയത്ത് ഇതെന്തൊരു പേര്, നിന്റെ പപ്പായ്ക്ക് വേറെ പേരൊന്നും കിട്ടിയില്ല ഇടാനെന്നൊക്കെ ചോദിക്കുമായിരുന്നു. ടീച്ചേഴ്സും ചോദിക്കും, അതേനൊക്കെ ഫ്രണ്ട്സും ഒക്കെ ചോദിക്കുമായിരുന്നു, എന്തൊരു പേരാണ് ഇത്, എന്തൊരു വിളിക്കാൻ പാടുള്ള പേര് എന്ന് ചോദിക്കുമായിരുന്നു. നിന്റെ പേരുള്ള ഒരു വൈറസ് വന്നേക്കുന്നു, എന്തുവാടേ വൈറസൊക്കെ ആണല്ലോ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് കളിയാക്കലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മതിൽ സ്വദേശിനി കൊറോണയോട് യഥാർത്ഥ കൊറോണ വൈറസിന് വല്ലാതങ്ങ് സ്നേഹം കൂടി. പ്രസവിച്ചു കിടന്നപ്പോൾ കൊറോണ വൈറസും കൂട്ടിന് വന്നു. ഡെലിവറി ആയി ആ ടൈമിന് തന്നെ കൊറോണയും എനിക്ക് വന്ന്, അപ്പോഴത്തേക്കാണ് വാർത്തയൊക്കെ വന്ന് ഭയങ്കര കൗതുകമായിരുന്നു എല്ലാവർക്കും. കൊറോണയ്ക്ക് കൊറോണ പിടിച്ചെന്നും പറഞ്ഞായിരുന്നു. അവിടെ എല്ലാം ഫസ്റ്റ് ഞങ്ങളുടെ ആ ഏരിയയിൽ പോലും കൊറോണ വന്നത് എനിക്കായിരുന്നു ആദ്യം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അയ്യോ കൊറോണയ്ക്ക് കൊറോണ വന്ന് എന്നും പറഞ്ഞായിരുന്നു എല്ലാവരും അറിഞ്ഞത്. പേരിൽ കൊറോണയുള്ളതുകൊണ്ട് നാട്ടിലെ താരമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് BJP ടിക്കറ്റിൽ കൊറോണയുടെ പോരാട്ടം. എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു, ഇങ്ങനൊരു പേരുള്ള ഒരാളുണ്ടായിരുന്നു. കാണാൻ തന്നെ ഭയങ്കര കൗതുകമായിരുന്നു. അത് ഓരോരുത്തർ ചെല്ലുമ്പം അല്ലെങ്കിൽ ഇലക്ഷനും കൂടെ നിന്നിട്ടുണ്ടായിരുന്നുകൊണ്ട് എന്തായാലും നേരിട്ടൊരു കൊറോണയെ കാണാൻ പറ്റിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും അത് കണക്ക് തന്നെ പേര് എവിടെയെങ്കിലും ചെന്നിട്ട് കൊറോണ എന്ന് പറയുമ്പോൾ അന്ന് ആ കൊറോണയല്ലേ, എന്തായാലും നേരിട്ട് കാണാൻ പറ്റിയല്ലേ, വൈറസും ആ പേരും ഒക്കെ വന്നതുകൊണ്ടല്ലേ ഇങ്ങനെ അറിയപ്പെട്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കൊറോണ കാലത്തും അതിനുശേഷവും പലരും വരും, സെൽഫി എടുക്കും, സ്റ്റാറ്റസ് ആക്കും. സെൽഫി വിത്ത് കൊറോണ എന്ന അടിക്കുറിപ്പോടെ ആശുപത്രികളിൽ എത്തിയാലുമുണ്ട് പരിഗണന. ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പം ഇങ്ങനെ ചെല്ലുമ്പം ഇതേണൊക്കെ ഓരോരുത്തരുടെയും ചെല്ലുമ്പം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ആ ഒരു പെട്ടെന്ന് എന്താ പറയുന്ന ഒരു പ്രയോറിറ്റി കിട്ടും. നമ്മുടെ ആ കൊറോണ നമുക്ക് അറിയാം വാ എന്നും പറഞ്ഞ്. ഇപ്പം ഞാൻ അമ്മയും കൂടെ ചെല്ലുമ്പോഴേ കൊറോണ കയറി വാ, കൊറോണ നമ്മുടെ കൊറോണ കൊച്ചായത് എന്ന് പറയും. ചുരുക്കത്തിൽ നമ്മുടെ എല്ലാ മുന്നിൽ വില്ലനായ കൊറോണ വൈറസിനെ പോലെ ആരും കൊറോണ തോമസിനെ മാറ്റി നിർത്താറില്ല. പേര് കേൾക്കുമ്പോൾ പലരുടെയും കണ്ണ് വികസിക്കും. അതുതന്നെയാണോ ഇതെന്ന് ചോദിക്കും. അതായത് കൊറോണ എന്ന പേര് കൊണ്ട് കൂടുതൽ ആൾക്കാർ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് കൊറോണ തോമസ്. ഇപ്പോഴും തിരിച്ചറിഞ്ഞ ആൾക്കാരുടെ എണ്ണത്തിലൊരു കുറവില്ലല്ലേ. എന്തായാലും നമ്മുടെ കൊറോണ വൈറസ് വേറെ, ഇത് വേറെ. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.